നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ അടിമുടി പരിഷ്കരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് പരിഷ്കരിക്കാനുള്ള കഴിവുള്ളവരൊന്നും ഇന്നില്ല. അതായത് ക്രിമിനൽ മേജർ ആക്ട്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന 3 പ്രധാന നിയമങ്ങളായിരുന്നു ക്രിമിനൽ നിയമങ്ങളെന്ന് നമ്മൾ എപ്പോഴും അതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. വേറെ കുറേ നിയമങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് അതാണ് ഒന്ന്. 2 ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതായത് CRPC എന്ന് പറയും, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. മൂന്നാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഈ 3 നിയമങ്ങളാണ് നമ്മൾ ക്രിമിനൽ മേജർ ആക്ട്സ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരുന്ന പ്രധാന നിയമങ്ങളാണ് അത് 3. ഇത് കൂടാതെ ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അത് പിന്നെ തുടങ്ങി അതേപോലെ ഒരുപാട് നിയമങ്ങൾ, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, അതുപോലെ തന്നെ മറ്റ് പല ലെജിസ്ലേഷനിലും ക്രിമിനൽ നിയമങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട് എന്ന് നമ്മൾ പറയും, അതിനകത്ത് വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് നിയമങ്ങളിൽ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചില നിയമങ്ങൾ, ഇതിനകത്തൊക്കെ ഇങ്ങനെ ക്രിമിനൽ നിയമങ്ങൾ വേറെ ഒരുപാടെണ്ണമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഈ 3 നിയമങ്ങളായിരുന്നു. ഇതിനെക്കുറിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഉണ്ടായിരുന്നത് എന്താണെന്നറിയും, എല്ലാവരും പറയും എപ്പോഴും, ഇത് വി ആർ ഫോളോയിങ് ആംഗ്ലോ സാക്സൺ ജൂറിസ്പ്രുഡൻസ്, അതായത് ഇംഗ്ലീഷുകാരുടെ ലീഗസി നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ലോർഡ് മെക്കാളയും സർ ജെയിംസ് ഫിറ്റ്സ്ജെറാൾഡും ചേർന്നുണ്ടാക്കിയ ഒരു എണ്ണമാണ് അത്. അതിൻ്റെ ഒരു വകുപ്പിൽ കടന്നു കയറാനുള്ള കഴിവുള്ള ആരും ഇന്നില്ല കേട്ടോ. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതിനകത്ത് തൊടാൻ പറ്റത്തില്ല. കാരണം തൊടാൻ അറിഞ്ഞുകൂടാ, തൊട്ട് കഴിഞ്ഞ് ചീത്തയ, അത് അതുപോലെ ആവും. അപ്പോൾ അതിന് പകരം എന്തായിരുന്നറിയോ, വികലമായ 3 പേരുകളുണ്ടാക്കി. അല്ലാതെ നമുക്കിത് ഫോളോ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല, നിയമം ഇത് തന്നെ. പക്ഷേ വികലമായ 3 പേരുകൾ. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത കേട്ടോ. ഇതാണ് ഭാരതീയ ന്യായ സംഹിത. നമുക്കത് BNS എന്ന് നമ്മൾ പറയാം, ഇനി ചുരുക്കപ്പേര്. IPC എന്ന് പറയുന്നതിന് പകരം ഇനി BNS എന്ന് പറയണം. അതേപോലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPC, അതിൻ്റെ പേരിട്ടേക്കുന്നത്, അതിനകത്ത് വേറെ ഇംഗ്ലീഷുകാരുടെ പേരോ ഇന്ത്യക്കാരുടെ പേരോ ആരുടെ ഇല്ല. അതൊരു ക്രിമിനൽ നടപടി നിയമമാണ്. ഈ നിയമത്തിൽ അതിന് പുതിയത് കൊണ്ടുവന്നേക്കുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഇത് വായിക്കൊള്ളാത്ത പേരാണ്. BNSS എന്ന് നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ അടുത്തതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, തെളിവ് നിയമം. അതിനകത്ത് ഭാരതീയ സാക്ഷ്യ സംഹിത, തീർന്നു. ഇതാണ്. അപ്പോൾ ഇങ്ങനെ 3 പേരിൽ ഈ നിയമങ്ങളുണ്ടായി പുതിയതായിട്ട്. അത് നടപ്പിൽ വന്നത് ഇന്നലെയാണ്. ഇതിനകത്ത് ഞാനിത് മാറ്റം കൊണ്ടുവരുമ്പോൾ, ഞാനിത് ബില്ല് വന്നപ്പം മുതലേ ഞാനിത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിലെ എല്ലാ വകുപ്പുകളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ ഉപദ്രവങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്നൊഴിച്ചാൽ യാതൊരു ഉപകാരവും ഇതുകൊണ്ടില്ല. ആ രീതിയിലായിട്ടുണ്ട്. കാരണം ഈ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റം, ക്രിമിനൽ നടപടിയുടെ, ആ സിസ്റ്റം പല കോണ്ടിനെന്റൽ കൺട്രീസും വേറെ വിധത്തിലുള്ള അടുത്ത മറ്റ് സിസ്റ്റത്തിലേക്കാണ് കൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് മാറാൻ ഒരു സാധ്യതയുണ്ട്. ജസ്റ്റിസ് മാരിമത്ത് കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പരിഗണിച്ച് അതിൻ്റെ ആ നടപടികളൊക്കെ ഇതിനകത്ത് വരാം എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയിരുന്നു. ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് എന്താണെന്നറിയോ, ഇതിനകത്ത് ഡെഫിനിഷൻസ് ഒക്കെ പണ്ട്, ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ്, അതിനകത്ത് ഡെഫിനിഷൻസ്, നിർവചനങ്ങൾ ഓരോന്നിനെ സംബന്ധിച്ച് കൊടുത്തിരുന്നത് ഓരോ സെക്ഷനുകളായിട്ടാണ്. ഇപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട് ഒരൊറ്റ സെക്ഷൻ്റെ കീഴിൽ ഡെഫിനിഷൻ കൊണ്ടുവന്നു. അപ്പോൾ വകുപ്പുകളുടെ എണ്ണം കുറഞ്ഞു. കാണുമ്പോൾ തോന്നുന്നു ഏതാണ്ട് ഉല്ലുകാര്യം ഉണ്ടാക്കി വെച്ചെന്ന്. ഒന്നുമില്ല, നത്തിങ്. അതാണ് കാര്യം. നമുക്ക് ഇതിനകത്ത് ഇതേപോലെ തന്നെ ആണ് CRPCയിലും ഒക്കെ വ്യത്യാസം ഉണ്ടാക്കി ഈ പേര് ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ എവിഡൻസ് ആക്ട് ഒന്നുമില്ല, അതിനകത്ത് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ആ രീതിയിലേക്ക് പോയി. അപ്പോൾ അതിനകത്ത് മനുഷ്യൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്റ്റായിട്ട് പരിഗണിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നു. അതിടയ്ക്ക് ബില്ലിൽ വെച്ചൊന്ന് മാറ്റി ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കാന്ന് തോന്നുന്നു എന്തായാലും അത് തിരിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചു. കാരണം അതിനകത്തൊന്നും ഇവർക്ക് മാറ്റാനൊന്നും ഉള്ള കഴിവുള്ളവരാരും ഇന്നില്ല. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ക്രിമിനൽ നടപടി നിയമം, ഈ ക്രിമിനൽ, ഇതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ്, ഇതിലെ വകുപ്പുകളിലൊന്നും തൊടാൻ പോലും കഴിയത്തില്ല. അത് ആ രീതിയാണ്. പിന്നെ പുതിയ പുതിയ ഒഫൻസ് വരും. അന്ന് ഇന്ത്യൻ പീനൽ കോഡൊക്കെ ഉണ്ടായപ്പോൾ വന്നേക്കുന്നത് കഴിഞ്ഞിട്ട് സൈബർ ക്രൈംസ് ഒരുപാടുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്കൊന്ന് കാണണം, ഡീൽ ചെയ്യണം.
ആ രീതിയിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ അതുപോലും പൂർണ്ണമായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളൊരു ക്രിമിനൽ നിയമം നോക്കണമെങ്കിൽ ഒരു എല്ലാം കൂടി ഒരു 10-20 പുസ്തകങ്ങൾ നമ്മൾ നോക്കണം. യഥാർത്ഥം ഇതെല്ലാം കൂടി ഒന്നിച്ച് ക്വാളിഫൈ ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഒരൊറ്റ പുസ്തകം നോക്കിയാൽ മതി. ഇപ്പൊ കാനഡയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർട്ടിൻസ് ജൂറിസ്പ്രുഡൻസ് അത് എടുത്ത് നോക്കിയാൽ അവിടുത്തെ ലോ എല്ലാം കൂടെ അതിൽ കിട്ടും കേട്ടോ. എന്ന് പറയുന്ന പോലെ ഇവിടെ അതില്ല. യഥാർത്ഥത്തിൽ ഇവർ ഇത്രയും കിടന്ന് ജോലി ചെയ്ത് ഏതാണ്ട് വലിയ കാര്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഈ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. ഇന്ത്യൻ എന്നുള്ളതിന് പകരം ഭാരതീയ എന്നാക്കി. അതൊരു എന്താണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതാണ് സംഭവിച്ചു വെച്ചേക്കുന്നത്. അല്ലാതെ വേറൊന്നും ഇതിനകത്ത് പുതിയതായിട്ട് യാതൊരു കാര്യവും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അപ്പൊ നമ്മളിപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഉപദ്രവം എന്താണെന്നറിയും, ഈ സെക്ഷൻ എല്ലാം അങ്ങ് മാറ്റിമറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഇനിയിപ്പോൾ ഉള്ള ജോലി ഈ പോലീസുകാർക്ക് ഇതിനെക്കുറിച്ച് വല്ല വിവരവും. അവർ ഇന്നലെ മുതൽ ചെയ്യേണ്ടത് ഭാരതീയ സുരക്ഷാ സന്നിഹിത എടുത്തു വെച്ചിട്ട് അതിൻ്റെ സെക്ഷൻ നോക്കിയെടുക്കണം. അപ്പം 302 ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. കഷ്ടപ്പെടും അവർ. 302 എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. 302 വകുപ്പ് എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിനുള്ള ശിക്ഷയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് ഈ അടുത്ത് വേറൊരു സെക്ഷൻ ആക്കി വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്നാൽ എന്താണ് മർഡർ, എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നത് ഈ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വ്യത്യാസം, ഒരക്ഷരം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം അത്രത്തോളം വലിയൊരു ആ ഒഫൻസ് എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്തിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ ഇത്രയും വർഷം മുമ്പാണ്. ഒന്ന് ഓർക്കണം, ഒരു മാറ്റം അതിന് വരുത്താൻ പറ്റിയിട്ടില്ല. അത് എന്തുമാത്രം ഒരു അത്രത്തോളം വലിയ ഒരു ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അതൊന്നും മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതല്ല. വാട്ട് ഈസ് കൾപ്പബിൾ ഹോമിസൈഡ്, വാട്ട് ഈസ് മർഡർ. അതുപോലെ തന്നെ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ട്സ് ടു മർഡർ, നോട്ട് എമൗണ്ട്സ് ടു മർഡർ. ഇതെന്താണ് എന്നുള്ളത് അതുണ്ട്. അത് അതുപോലെ എടുത്തു വെച്ചേക്കാണ്. അല്ലാതെ ഇതിനകത്തൊന്നും തൊട്ടിട്ടില്ല. എന്നാൽ ബ്രിട്ടീഷുകാരെ വേണ്ടെങ്കിൽ ഇതങ്ങ് കളഞ്ഞേക്കണം. എന്നിട്ട് പുതിയതായിട്ട് ഒന്ന് എഴുതി വെക്കണം. അത് എഴുതി വെക്കണമെങ്കിൽ അതിന് വിവരം വേണം, തലയിൽ എന്തെങ്കിലും വേണം. അതില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ ഇത് എന്നിട്ട് എന്താ, ഇനി ഇതിന്റെ പേര് അങ്ങ് മാറ്റിയിട്ട് അതിനകത്ത് എന്താ ഇംഗ്ലീഷിലെ ബാക്കി പ്രൊവിഷൻസ് ഒക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തുവാണ് ഇതിന്റെ മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് ഇതിന്റെ മാറ്റം, വേറൊന്നുമില്ല. ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ളതിന് പകരം ഭാരതീയ സുരക്ഷാ സന്നിഹിത, തീർന്നു, അത് മതി. ഭാരതീയ ന്യായ സന്നിഹിത, തീർന്നു, ഇത് മതി. ഇതാണ്. മറ്റേ CRPCക്ക് ഇതേപോലൊരു പേര്. ഇതൊക്കെ നമുക്ക് പറയാൻ ഇനി എത്ര നാൾ എടുക്കുമെന്നറിയാമോ? BNS എന്നും BSNSS എന്നും പറഞ്ഞ് ഇങ്ങനെ പോകണം. നമുക്ക് അതേ മാർഗമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള വ്യത്യാസം, ഇനി ഇതിനകത്ത് ചില കാര്യങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തേക്കുന്ന കേട്ടോ, അറിയാൻ വയ്യാത്തതല്ല. അതായത് നേരത്തെ 153AA എന്ന് പറയുന്ന, അതായത് ഡബിൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു ഒഫൻസ് ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഡ്രില്ലിലോ ട്രെയിനിങ്ങിലോ അല്ലെ ഒരു പ്രൊസഷനിലോ എങ്ങാണം ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ RSSകാർ അവരുടെ റൂട്ട് മാർച്ച്, അതുപോലെ അവരുടെ ട്രെയിനിങ് സെഷൻ ഇതിനൊക്കെ നടത്തുമല്ലോ. അതിനകത്ത് ഈ ദണ്ടെന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കും. ആയുധമാണ് ഈ വടി, കാണാനല്ലല്ലോ വടി എന്ന് പറയുന്നത്. ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒഫൻസായിരുന്നു അതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡിൽ. പക്ഷേ ഇത് ബുദ്ധിപൂർവമായിട്ട് ഇപ്പം ഇത് മാറ്റിയപ്പോൾ ഇതങ്ങ് മാറ്റി. അതില്ല, ആയുധം ഉപയോഗിക്കുന്ന ഒന്നും വേണ്ടിയിട്ടില്ല. ഡ്രില്ലോ ട്രെയിനിങ്ങിലോ ഒന്നും ആയുധം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും ഇല്ല. അതുപോലെ വ്യത്യാസമുള്ള വേറെ ഒരു കാര്യം അതിനകത്ത് യഥാർത്ഥത്തിൽ 304A എന്ന് പറയുന്ന ഒരു വകുപ്പ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ വാഹനം ഇടിച്ച് മരിക്കുന്നില്ലേ, വാഹനം അശ്രദ്ധമായിട്ടും ഉദാസീനമായിട്ടും അപാകമായിട്ടും വാഹനം ഓടിച്ചിട്ട് അപകടം ഉണ്ടാക്കി ഒരാളെ ആരെങ്കിലും മരിക്കുക ഇടയാകുന്നു, ആരെങ്കിലും അല്ലെ ആളുകൾ ഒന്നിലധികം ആളുകൾ മരിക്കുക, എങ്ങനെയായാലും അത് 304A എന്ന് പറയുന്ന ഒരു പ്രായണ ഒരു കുറഞ്ഞ വകുപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതേ ഒരു സന്തോഷമുള്ളത് അതിൻ്റെ ശിക്ഷയൊന്നും കൂട്ടിയിട്ടുണ്ട്. അതായത് ഈ 304A ഇപ്പോൾ കൊണ്ടുവന്നിട്ട് പുതിയതായിട്ട് ഇതിനകത്ത് 106 വകുപ്പായിട്ട് ചേർത്തിട്ടുണ്ട്. ആ 106 വകുപ്പിനകത്ത് ഒരു അപകടവും പതിഞ്ഞിരിപ്പുണ്ട്. അതിലെ ഈ ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തിനൊക്കെ, അതായത് ഇതേപോലുള്ള ഒരു മരണം ഉണ്ടാക്കുകയാണ് ഏത് വിധത്തിലുള്ള നെഗ്ലിജൻസ്, അശ്രദ്ധ മൂലം. ഒരുപാട് അശ്രദ്ധയുണ്ട്. അശ്രദ്ധ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ KSEB
ഓഫീസേഴ്സിൻ്റെ അശ്രദ്ധ മൂലം ലൈൻ പൊട്ടി വീണ് ആരെങ്കിലും മരിക്കുക, അങ്ങനെ ആയാലും അത് ഈ പറയുന്നത് പോലെ റാഷൻ നെഗ്ലിജൻ്റ് ആക്ടിനകത്ത് വരും. അപ്പോൾ അതിനുമൊക്കെ അതുപോലെ തന്നെ ഈ വാഹനം തോന്നിവാസം പോലെ ഉപയോഗിച്ച് ഓടിച്ച് അത് കൊല്ലപ്പെടുക, ആളുകൾ മരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ അതിൻ്റെ ശിക്ഷ നേരത്തെ 2 വർഷവും ഫൈനുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5 വർഷവും ഫൈനും ആക്കിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 5 വർഷം എന്നുള്ളത് വീണ്ടും കൂട്ടേണ്ടതായിരുന്നു അത് കുറെ കൂടെ. കാര്യം ഇത് അത്രത്തോളം തോന്നിവാസമാണ് റോഡിൽ ഓരോരുത്തർ കാണിക്കുന്നത്. അങ്ങനെ വരുന്നുടനെ ആ രീതിയിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് ഈ വ്യത്യാസം വരുത്തിയത് ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അത് എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഗ്രാവിറ്റി കുറച്ചുകൂടെ കൂട്ടാമായിരുന്നു. പിന്നെ അതിനകത്തോട്ട് ഒപ്പം ഒരു കാര്യം കൂടെ ചെയ്തു തരുന്നത് ഡോക്ടർമാരുടെ കാര്യം കൂടെ അതിൽപ്പെടുത്തി. ഇപ്പം ഡോക്ടേഴ്സിൻ്റെ നെഗ്ലിജൻസും ഉണ്ട്. ഒരു മരണം ഉണ്ടായാൽ അത് ഇതിനകത്ത് കയറ്റി, അതിനകത്ത് അത് 2 വർഷമാക്കി. ഡോക്ടർമാരാകുമ്പോൾ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ 2 വർഷം മതി എന്ന് തീരുമാനിച്ചു. അത് ഞാൻ പറഞ്ഞ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇതിലൊക്കെ വരാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ 303-ാം വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടായിരുന്നു. ആ 303 എന്ന് പറയുന്നത് റിപ്പീൽ ചെയ്തു പോയതാണ് സുപ്രീം കോടതി. അതായത് ഇത് തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് ഇപ്പം വീണ്ടും കൊണ്ടുവന്ന് അത് ഇന്ന് പോയതാണ്. അത് ഇത്രയേ ഉള്ളൂ. അതായത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരാൾ, ജയിലിൽ നിന്നില്ല, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരാൾ ആ ശിക്ഷ കാലാവധിയുടെ അകത്ത് ഒരാളെ കൊലപ്പെടുത്തുക, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഡെത്ത് മാത്രമേ ഉള്ളായിരുന്നു പെനാൽറ്റി. അതായിരുന്നു, വധശിക്ഷ മാത്രം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ പൗരന്മാരെ, അതായത് ഒരു കുറ്റം ചെയ്ത് ഒരു ശിക്ഷിക്കപ്പെട്ട ഒരാളെന്നും അല്ലാത്ത ഒരാളെന്നും ഉള്ള വിവേചനം എന്ന് പറയുന്നത് ശരിയല്ല, അത് ഇക്വാളിറ്റിക്ക് എതിരാണ് എന്നുള്ള സുപ്രീം കോടതി, അതായത് ആർട്ടിക്കിൾ 21-നും ആർട്ടിക്കിൾ 14-നും ഒക്കെ എതിരാണെന്നുള്ള ഒരു നിഗമനത്തിൽ സുപ്രീം കോടതി ആ നിയമം അസാധുവാക്കി മാറ്റി. ആ വകുപ്പ് ഇപ്പം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ചു കൊണ്ടുവന്നത് വല്ല പ്രയോജനം 104-ാം വകുപ്പായിട്ട് ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞേക്കുന്ന ശിക്ഷ എന്താണെന്നറിയാമോ? അത് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ജഡ്ജിയുടെ ഇഷ്ടം പോലെ ചെയ്യാന്ന്, അല്ലെങ്കിൽ ജഡ്ജിയുടെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. അത് എനിക്കൊരു നോക്കുകുത്തിയാക്കി ഇതിനെ മാറ്റിയതല്ലാതെ എനിക്ക് വേറൊന്നും തോന്നുന്നില്ല അതിനകത്ത്. ആ രീതിയിലാണ്. പിന്നെ രസകരമായ ഒരു കാര്യം ഞാൻ ഇതിൽ കണ്ടത്, ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ഉണ്ടായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ. ഇപ്പൊ അതിന്റെ പേര് മാറ്റി. അതൊരു വലിയ തമാശയായിട്ടാണ് അത് ഇട്ടേക്കുന്നത് കേട്ടോ. ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ് അത് ഇപ്പം 103-ാം വകുപ്പായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നൈറ്റ് എന്നുള്ള മാർക്ക് അങ്ങ് മാറ്റി. ഹൗസ് ബ്രേക്കിംഗ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ്. മനസ്സിലായില്ലേ? അത് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തലയിൽ എന്തെങ്കിലും ഉള്ളവർക്കെല്ലാം അറിയാം, ഒരു സംശയം വേണ്ട. നൈറ്റ് എന്ന് പറഞ്ഞാൽ സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുമ്പുമാണെന്നുള്ളത് ഈ ലോകം മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു കണ്ടുപിടുത്തം ഇത് നടത്തിയിട്ട് അത് തെറ്റാണ്, ഹൗസ് ബ്രേക്കിംഗ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ് എന്നാക്കിയിട്ട് അങ്ങനെ ഇവിടെ ഉണ്ടായി. അപ്പം ഇത് പ്രയോജനം ആർക്കായിരുന്നറിയോ? ഇത് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നമുക്ക് നോർവേയിലൊക്കെ കൊണ്ടുവച്ചാൽ ഇതിന് വലിയ പ്രയോജനമുണ്ട്. സ്വിറ്റ്സർലൻഡിലോ നോർവേയിലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്വീഡനിലോ ഒക്കെ കൊണ്ടുപോയി. കാരണം അവിടെയൊക്കെ പലപ്പോഴും നേരെ ഇരുട്ടുന്നുണ്ടല്ലോ, സൂര്യൻ അസ്തമിക്കുന്നത് ഏതാണ്ട് രാത്രി നമ്മുടെ ഒരു ഇന്ത്യൻ സമയം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ 12 മണി വരെയൊക്കെ പോകും, അന്നേരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നൈറ്റ് എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു ഡെഫിനിഷനാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്, ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം വല്ല ആവശ്യമുള്ളതാണോ ഇതിനകത്ത്? അതാ ഞാൻ പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് ഈ രീതിയിലുള്ള ജിമ്മിക്കുകൾ കാണിച്ചാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ ഉപദ്രവം എന്ന് പറയുന്നത് ഈ പോലീസുകാരെ പരക്കം പായും. ഇനി അവർക്കിത് അറിഞ്ഞൂടാ, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യാതിരിക്കുകയാണ്. ബാക്കി കാതലായ മാറ്റങ്ങളൊന്നുമില്ല. അത് ഞാൻ പിന്നെ ഒരവസരത്തെ ഞാൻ വിശദമായിട്ട് പറയാം. ഇതൊക്കെ ഉള്ളൂ. ഇനി ഇതിനകത്ത് പിന്നെ ഇനി പോലീസുകാർ, വക്കീലന്മാരും അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഒരുപാട് ട്രെയിനിങ് വേണ്ടിയിരിക്കുന്നു. പിന്നെ കാരണം ഈ പ്രൊവിഷനിലെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സുപ്രീം കോടതിയുടെ നിഗമനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. വളരെ കൂടുതൽ
ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് വന്നിട്ടുണ്ട്. ആ വകുപ്പുകളൊക്കെ അതേപോലെ ഇതിനകത്തുള്ളപ്പോൾ അതിൽ 302 കാര്യം പറയുന്നിടത്ത് ഇവിടെ നമ്മൾ 103 എടുത്ത് ആക്കി മാറ്റണം. അതെല്ലാം അത് ഈ വക്കീലന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇനി ജഡ്ജിമാരെയും കൂടെ പഠിപ്പിക്കണം. വളരെ വലിയ ബുദ്ധിമുട്ടാണിത്. വളരെ, അതായത് ഇത്രയും നാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. ഒരു കാര്യമില്ല, ഇത് മാറ്റിമറിച്ചു. ഇതെല്ലാം അങ്ങനെ സംഭവിച്ചു വെച്ചേക്കുന്നത്. മാറ്റിമറിച്ച് ഒരു ബണ്ടിലാക്കി അങ്ങ് മാറ്റി. അത് വളരെ ഒരു ഞാൻ പറഞ്ഞേക്കുന്ന അശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്തു. ചെയ്യാമായിരുന്നു, നല്ല ഒരു പരിഷ്കാരമായിരുന്നെങ്കിൽ എല്ലാ ക്രിമിനൽ നിയമങ്ങളും ഒരു കൊടി കീഴിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ക്രിമിനൽ നിയമങ്ങളിൽ കാതലായ മാറ്റം വന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇത് നമ്മൾ ഒരു ക്രിമിനൽ ഒരു കുറ്റം ആരെങ്കിലും ചെയ്ത് അറിയണമെങ്കിൽ ഇവിടെ ഒരു 10-20 പുസ്തകം തിരയണം. ഇന്ത്യൻ പീനൽ കോഡ് അല്ലാത്ത ഒഫൻസ്, സൈബർ ലോസ്, അതാണെങ്കിൽ IT ആക്ട് നമ്മൾ എടുക്കണം, പോയി പരതണം. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, അവർക്ക് അത് പോയി നോക്കണം. നർക്കോട്ടിക് ഡ്രഗ്സ്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരണമായിരുന്നു. ബൃഹത്തായ ഒരു നിയമം ഉണ്ടാക്കാമായിരുന്നു ക്രിമിനൽ ലോ എന്നുള്ള പേരിൽ. അത് ചെയ്തിട്ടില്ല. ആ ഒഫൻസുകളെല്ലാം കൂടെ കൊണ്ടുവരാമായിരുന്നു. ഒരുപാട് ഇതുപോലെ നിയമങ്ങളുണ്ട്, ഇതൊക്കെ കൊണ്ടുവരാമായിരുന്നു. അത് പോക്സോ, ഇത് മുഴുവൻ കൊണ്ടുവരാം. ഇപ്പൊ എന്താ, പോക്സോയുടെ ശിക്ഷ എഴുതി പറഞ്ഞിട്ടുണ്ട്, പോക്സോ വേറെ കിടക്കുന്നു, അതിനകത്ത് വേറെ കുറെ ഉണ്ട്. അല്ല, അവിയൽ പരുവത്തിനകത്താക്കി പോയിട്ടുണ്ട്. ഇത് ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. വളരെ ബുദ്ധിമുട്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ആ രീതിയിലുള്ള പ്രശ്നമായി. ഇനി ക്രിമിനൽ നിയമം, അതായത് ക്രിമിനൽ കേസുകളിലെ അന്വേഷണം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിനകത്ത് അവർക്ക് പഠിക്കണം വീണ്ടും. അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട്. പിന്നെ ഈ BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതിനകത്ത് വന്നേക്കുന്നത് ഈ ചില വ്യത്യാസങ്ങൾ. ഇപ്പം 0 FIR, അതായത് എവിടെങ്കിലും വേറെ, ഇപ്പം നമുക്ക് ഇവിടെ എനിക്ക് ബാംഗ്ലൂർ വെച്ചൊരു ഒഫൻസ് ഉണ്ടായി, എനിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായി. എനിക്കത് ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് പരാതിപ്പെടാം. പക്ഷേ ഇവിടുത്തെ അത് 0 FIR ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടായിട്ട് അവർക്ക് നല്ല ജോലിയും കൂടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പോലീസുകാർക്ക്, കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. എവിടെ പോയാലും എവിടെ വേണമെങ്കിലും അത് ചെയ്യും. ആ രീതിയിലൊക്കെ ആയി. അങ്ങനെ കുറേ ചെറിയ മാറ്റങ്ങളൊക്കെ അതിലൊക്കെ വരുത്തിയിട്ടുണ്ട്, കേട്ടോ. അത് യഥാർത്ഥത്തിൽ അത് നല്ലതാണ്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരാൾക്ക് അവിടെ പോയി പരാതി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് യാത്രയുടെ ഇടയിലാണ് ഒരു ഒഫൻസ് ഉണ്ടായി, തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ഇവിടെ കേസ് കൊടുക്കാം, കംപ്ലൈൻറ്റ് കൊടുക്കാം. അതൊക്കെ അത് നല്ലതേ ഉള്ളൂ. അല്ല, അതിന് ഞാൻ തെറ്റ് കാണുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതും വളരെ മൈനറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ നിയമം സത്യത്തിന് പുറകെ അല്ല. വി ആർ നോട്ട് ബിഹൈൻഡ് ട്രൂത്ത്. നേരെ മറിച്ച് ബിയോണ്ട് റീസണബിൾ ഡൗട്ടിൽ പ്രൂവ് ചെയ്യണം പ്രോസിക്യൂഷൻ. അതായി. അപ്പോൾ യാതൊരു വ്യത്യാസവും അതിലൊന്നുമില്ല. അതിൻ്റെ ബേസിക് സ്ട്രക്ചറിലൊന്നും നോക്കിയിട്ടില്ല. ആ കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ വീണ്ടും ഫോളോ ചെയ്യുകയാണ്. ഇനി അതായത് നമ്മുടെ ആ സിസ്റ്റം, അക്യൂസേറ്ററി സിസ്റ്റം ബേസ്ഡ് ഓൺ അഡ്വേഴ്സറിയൽ മെത്തേഡ് എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതി കുറ്റം ചെയ്തിട്ട് കോടതി വന്ന് കൈയും കെട്ടിയിരിക്കും. അവന് വാതുറക്കണ്ട, മിണ്ടണ്ട. അതിപ്പോഴും അതുപോലെ തന്നെയാണ്, ഒന്നും അനങ്ങണ്ട. നേരെ മറിച്ച് പ്രോസിക്യൂഷൻ ഇത് മുഴുവൻ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് തുടങ്ങി ഇവൻ ഈ കുറ്റം ചെയ്തത് വരെ തെളിയിക്കണം. ഇല്ല, അത് പ്രോസിക്യൂഷൻ്റെ ബാധ്യതയാണ്. നേരെ മറിച്ച് സത്യത്തിൻ്റെ പുറകെ പോകുന്ന അടുത്ത മറ്റേ സിസ്റ്റം, ഇൻക്വിസിറ്ററി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് ഇവൻ പറയണം. കൈയും കെട്ടിയിരുന്നാൽ ഒക്കത്തില്ല. ഇവൻ പറയണം അവൻ എന്തൊക്കെ ചെയ്തു, എന്താ ചെയ്തില്ല എന്ന്. അവൻ എന്ത് ചെയ്തെന്ന് അവൻ സമ്മതിക്കുന്ന കാര്യം തെളിയിക്കണ്ടല്ലോ. അതാണ് അവരൊക്കെ ഫോളോ ചെയ്യുന്നത്. അവർക്ക് ബോധമുണ്ട്, അതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റം ഇപ്പോഴും ഓബ്സലേറ്റ് ആയിട്ടുള്ള ഈ സിസ്റ്റമാണ്. അതിനെന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. ആ ഒരു മാറ്റവും ഇല്ല. അതായിരുന്നു വേണ്ടിയിരുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് എല്ലാ ഒഫൻസുകളും കോംപ്രിഹെൻസീവായിട്ട് ഉൾപ്പെടുത്തണമായിരുന്നു. ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ കാണുന്ന പുസ്തകങ്ങളെല്ലാം പരതണ്ടേ. ഇത് നമ്മൾ എവിടെയൊക്കെ പരതണമെന്നറിയാം ഒരു ഒഫൻസ് കണ്ടുപിടിക്കണമെങ്കിൽ. ഇപ്പം ഫെമ, ഇതെങ്ങനെയുള്ളതെല്ലാം, അതുപോലെ തന്നെ PMLA, മണി ലോണ്ടറിങ്, ഇതിനൊക്കെ നമ്മൾ ഒരുപാട് നിയമങ്ങൾ, കസ്റ്റംസ്, ഇതിൻ്റെ എല്ലാം ഒഫൻസ് ഉണ്ടല്ലോ. ആ ഒഫൻസ് വരുന്ന പോർഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബൃഹത്തായ ക്രിമിനൽ, ഇതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ്, അതിൻ്റെ പേര് തന്നെ ഇട്ടോട്ടെ, ഭാരതീയ ന്യായ സംഹിത തന്നെ ഉണ്ടാക്കിക്കോട്ടെ.
ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിന് പകരം ആ വ്യത്യാസം ഒന്നും വരുത്താതെ നമ്മളെ വീണ്ടും കാണുന്ന പുസ്തകങ്ങളെല്ലാം പരതണം ആ രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ യാതൊരു പ്രയോജനമില്ല. പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിൽ തൊട്ടിട്ടില്ല. അതിൻ്റെ വകുപ്പുകൾ അതിലും ഈ ഡെഫിനിഷന് റിപ്പീൽ ചെയ്ത പ്രൊവിഷൻസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അത് 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 മാത്രമല്ല, പിന്നെ ചിലതിനൊക്കെ ഇപ്പോൾ എവിഡൻസ് ആക്ടിൽ ഈ ഇലക്ട്രോണിക് എവിഡൻസ് ഒക്കെ വന്നപ്പോൾ 65A B എന്നൊക്കെ പറഞ്ഞതാണ്ട് പോയിരുന്നു നമുക്ക്. ആ AB ഒക്കെ ഉള്ളതിനൊക്കെ പുതിയ പുതിയ പ്രൊവിഷനായിട്ട് ഓരോ സെക്ഷനാക്കി. അങ്ങനെ ഇത് മാറ്റിമറിച്ചു എന്നുള്ള, അത് മറ്റേത് കിടന്നാൽ മതിയായിരുന്നു, അവിടെ നോക്കിയാൽ പോരെ, എളുപ്പമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കുഴച്ചു മറിച്ച് നശിപ്പിച്ചെന്നുള്ളതല്ലാതെ യാതൊരു പ്രത്യേകതയും ഞാനിതിന് കാണുന്നു.